ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഗംഭീരമായ ഒരു ക്രൈം മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ കഴിയുന്ന ഒരു ചിത്രമാണ് രണം അരം തവർ. ഇന്ന് എന്തെന്നറിയില്ല, ഈ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടോടെ അതിന്റെ വിശേഷം പറയാമെന്ന് കരുതി. രണം അരം തവറൽ എന്ന ഈ ഒരു ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഷെരീഫാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥയും അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സംവിധാന ശ്രമമാണ്. എന്നിരുന്നാൽ പോലും വളരെ മികച്ച രീതിയിൽ തന്നെ ചിത്രം അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു സംവിധാന ശ്രമം എന്നൊന്നും പറയില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന ഒരു നിലയിൽ. വൈഭവ്, നന്ദിത ശ്വേതയൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വൈഭവ് എന്ന നടന്റെ 25ാമത്തെ ചിത്രമാണ് ഈ ഒരു ചിത്രം. ചിത്രത്തിന്റെ ഒരു കഥയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ, പലയിടങ്ങളിലായി നടക്കുന്ന മർഡേഴ്സിന്റെ കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ ഇതിലെ നായകൻ ഒരു രേഖാചിത്രം വരയ്ക്കുന്ന ഒരാളാണ്. രേഖാചിത്രം മാത്രമല്ല, അദ്ദേഹം ക്രൈം സ്റ്റോറികൾ പോലീസിന് എഴുതി കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത, അത്രയും മൃഗീയമായൊക്കെ കൊലപ്പെടുത്തിയ, അതായത് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കിടക്കുന്ന ബോഡികളുടെ ഒരു രേഖാചിത്രം വരച്ച് പോലീസിനെ ആ ഒരു കേസിന് സഹായിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ തെളിയാതെ കിടക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ചില കേസുകളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട്, നമ്മുടെ നായകൻ്റെതായിട്ടുള്ള ഒരു രീതിക്ക് ഒരു ക്രൈം സ്റ്റോറി എഴുതുകയും ആ കേസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്രൈം സ്റ്റോറി എഴുതുകയും അങ്ങനെ പോലീസിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാനായകൻ. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യം തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെള്ളത്തിൽ നിന്നും ഒരു ബോഡി കണ്ടെത്തുകയാണ്, ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ മുഖം വളരെയധികം തിരിച്ചറിയാൻ കഴിയാത്ത രീതിക്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ നായകൻ ശിവയുടെ സഹായം പോലീസ് തേടുകയാണ്. അങ്ങനെ ശിവ സ്പോട്ടിൽ വരികയും ആ പെൺകുട്ടിയുടെ ഏതാണ്ട് ഒരു രേഖാചിത്രം വരച്ച് പോലീസിനെ സഹായിക്കുന്നതാണ് ആദ്യത്തെ ഒരു രംഗം. അങ്ങനെ ആ ഒരു കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കേസ് വന്നു ചാടുന്നത്. അതായത് കത്തിച്ച നിലയിൽ 2 കാലുകൾ ഒരു പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ നിന്നും കണ്ടെത്തുകയാണ്. അങ്ങനെ അത് കണ്ട് പരിഭ്രാന്തരായി നിൽക്കുന്ന പോലീസുകാർക്ക് മറ്റൊരു ഫോൺ കോൾ വരികയാണ്. അതായത് മറ്റൊരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ 2 കൈകൾ കൂടി ലഭിക്കുകയാണ്. ശരീരത്തിന്റെ ഉടൽ ഭാഗം മറ്റൊരു സ്റ്റേഷന് മുന്നിൽ നിന്നും കിട്ടുകയാണ്. അങ്ങനെ ഈ ഒരു 3 ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരേ സമയത്ത് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ ശിവ കൂടെ പോലീസിന്റെ കൂടെ ചേരുകയാണ്. അങ്ങനെ എന്താണ്, ഏതാണ്, ആരാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഈ അതിക്രൂരമായ ഈ സംഭവം ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കാനായി ശിവ കൂടെ പോലീസിന്റെ കൂടെ ചേരുകയാണ്. അങ്ങനെ തുടർന്ന് നടക്കുന്ന ഇതിന്റെ ഗംഭീരമായ അന്വേഷണങ്ങളും അതിന്റെ കുറെ കണ്ടെത്തലും ഒക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. ചിത്രത്തിന്റെ ആദ്യ ഒരു പകുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാനായി സാധിക്കും. കാരണം അടുത്തെന്തെന്ന് ഒരു പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ട് എത്തിക്കുന്ന രീതിക്ക് തന്നെ ചിത്രം കഥ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയാം. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഘടകങ്ങൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന്റെ സംവിധായകൻ അല്ലെങ്കിൽ ഇതിന്റെ എഴുത്തുകാരൻ ആ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഹാഫ് വരുന്ന ഒരു സമയത്ത് അത്രയധികം ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണെന്ന് തന്നെ പറയേണ്ടി വരും. ആ കുറ്റവാളിയുടെ മോട്ടീവ് എന്ത്, അല്ലെങ്കിൽ ആ കുറ്റവാളി ആരാണെന്നൊക്കെ ഉള്ള കണ്ടെത്താനുള്ള കുറെ ശ്രമങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരുന്ന ആ ഒരു ത്രില്ല് നിലനിർത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും സെക്കൻഡ് ഹാഫിൽ. അതുപോലെ സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറെ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. അതൊരു പ്രേക്ഷകനുമായിട്ട് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സീൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ഒരു നെടും തൂണാന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ചിത്രത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിയൽ സ്റ്റോറീസിൽ നിന്നും എടുത്ത ഒരു കഥ തന്നെയാണ്. അതായത് ഒരുപാട് ഇടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്ന കുറെ സംഭവങ്ങൾ തന്നെയാണ്. വളരെയധികം ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിത്രം കണ്ട ഒരാളാണെങ്കിൽ ഉറപ്പായും ചിത്രം എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പം മറ്റൊരു ഗംഭീരമായ ഒരു എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ. டாக் மூலமா லீடு கிடைச்சிடக்கூடாதுன்னு பர்ஃபியூம்லாம் ஊத்தி வச்சுட்டு போயிருக்கானுங்க.